അള്ളാഹുവിനോട് പറയേണ്ട കാര്യങ്ങൾ ഈടത്തിൽ ഓതിയിട്ടും ശബ്ദം മീട്ടിയിട്ടും അയാളെയും മഹ്മൂമിങ്ങളെ കയ്യിലെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന കോപ്രായങ്ങൾ, അയാൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹം കാണിക്കുന്ന സംഗതികളൊക്കെ കണ്ടാൽ അറപ്പും വെറുപ്പും തോന്നും. ഒതിരുവരല്ല കാണിക്കുന്നത് കണ്ടാൽ ചിലരുടേത്, എല്ലാവരുടേതും അങ്ങനെ പറയേണ്ടതില്ല, എല്ലാവരുടേതും ഉപയോഗിക്കണമെന്നേ ഉണ്ടാവുള്ളൂ. ചിലരുടേത് ഇങ്ങനെ കാണിച്ച ആംഗ്യവും കാണിച്ചൊരു ആക്ഷനും എല്ലാം കൂടി ആയാൽ ഇതിന്റെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ എന്തൊക്കെയാ ആംഗ്യം വെച്ചാൽ അതൊക്കെ മിഹ്റാബ് തിരിഞ്ഞ് അള്ളാഹുവിലേക്ക് ഖിബിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുമ്പോഴും കാണിക്കുക. ഇതിൻ്റെ ഒപ്പം കൂടാൻ മനസ്സ് ചിന്തിക്കുക. നമ്മളെ മനസ്സ് ഇബാദത്തിന് അള്ളാഹുവും റസൂലും എന്താണോ കാണിച്ചു തന്നതെങ്കിൽ ആ കാണിച്ചു തന്നതിൻ്റെ നേർവ്യൊരുവതും ഇബാദത്തായിട്ട് ഉണ്ടാക്കിയിട്ട് ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്ന എത്രയെത്ര നൂതന ഇബാദത്തുകൾ, എത്രയെത്ര നൂതന അനാചാരങ്ങൾ. അനാചാരം എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ സ്വഹാബത്തിന്റെ കാലത്തില്ലാത്തതെന്നല്ല. അങ്ങനെ ഒരു അനാചാരം എന്ന് പറയാൻ പറ്റില്ല. അത് പുതിയ ആചാരം എന്ന് വേണമെങ്കിൽ പറയാം. പുതിയ ആചാരം, പുതിയ ആചാരങ്ങളെല്ലാം അനാചാരമല്ല. അനാചാരം എന്ന് പറഞ്ഞാൽ ആചരിച്ചുകൂടാത്ത ദുരാചാരമാക്കണമെങ്കിൽ ഇസ്ലാം ദീനിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള സുന്നത്തിനും നിയമത്തിനും വിരുദ്ധമായിട്ട് ഒരു കാര്യം പുതുതായി ഉണ്ടാകണം. അക്കാര്യം പുതുതായി വരുന്നത് എത്രയാണ് പുണ്യമാർന്ന ഇബാദത്തുകളാണെന്ന് കരുതിക്കൊണ്ട് നമ്മളിൽ സമൂഹത്തിൽ നിലനിന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചോക്കി, ഒരു 100 കൊല്ലത്തിനിപ്പുറം കാണാത്ത, ഒരു 100 കൊല്ലത്തിനപ്പുറമുള്ള തലമുറകളിലൊന്നും കാണാത്ത അനേകം രൂപങ്ങൾ നമ്മളിപ്പോൾ കാണുന്നില്ലേ? പലതരത്തിലുള്ള ഇബാദത്തുകളായി, പലതരത്തിലുള്ള പുണ്യകർമ്മങ്ങളായി. പണ്ടില്ലാത്ത കർമ്മങ്ങൾ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ കാലത്തിനനുസരിച്ച് വരുമ്പോൾ അങ്ങനെയൊക്കെ വരും. അങ്ങനെ വന്നതൊക്കെ പക്ഷേ എന്നാലും പണ്ഡിതന്മാരതേക്കുറിച്ച് വിധി തരും, പണ്ഡിതന്മാരെ കുറിച്ച് ഫത്വ നൽകും. അങ്ങനെ നമ്മളെ ബോധവാന്മാരാക്കുകയും സത്സരണിയിൽ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്തിട്ടുണ്ട് എന്ത് പുതിയ ആചാരം വന്നാലും. അതേസമയം നിലവിലിരുന്നതായി നബിതങ്ങൾ കാണിച്ചു തന്ന ആചാരത്തെ അട്ടിമറിച്ചുകൊണ്ട് നമ്മളിൽ പുതിയ പരിഷ്കാരങ്ങൾ നമ്മുടെ ഇബാദത്തുകളിൽ അടക്കം കടന്നുകൂടിയാലോ അത് ദുരാചാരമാണ്. അത്തരം ദുരാചാരങ്ങളെ പുണ്യകർമ്മങ്ങളായി, നല്ല സുന്ദര കർമ്മങ്ങളായി, ഇബാദത്തുകളായി വിധി എഴുതുമ്പോൾ എന്തുണ്ടാവും? ഞാൻ നിസ്കരിച്ചത്, എൻ്റെ നിസ്കാരം ശരിയാ, നല്ല നിസ്കാരമാണ്, ഞാൻ നിസ്കരിച്ചത് വരക്കൽ മുല്ലക്കോയ തങ്ങളുണ്ടാക്കിയിട്ടുള്ള അവസ്ഥയുടെ ആശയപ്രകാരവും ആ പണ്ഡിതന്മാർ ശരിവെച്ച പ്രകാരവുമാണ് എൻ്റെ ഇബാദത്ത്. ഓ എത്ര സുഖമായിരുന്നു. പക്ഷെ ആ ഇബാദത്ത് വന്നു നോക്കുമ്പോൾ എങ്ങനെയാ വന്നത്? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെയും സ്വഹാബത്തിൻ്റെയും കാലത്തിനു മാത്രമല്ല, നൂറ്റാണ്ടുകളോളം മുസ്ലിം ഉമ്മത്ത് നയിച്ചു പോകുന്ന, മുസ്ലിം ഉമ്മത്ത് ചലിച്ചു പോന്നിട്ടുള്ള ആചാരങ്ങൾക്ക് വിരുദ്ധമായിക്കൊണ്ട് തന്നെ വരികയാണ്. അത്തരം ആചാരങ്ങൾ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? മഹത്തുക്കളായ ഉലമാക്കന്മാർ നിങ്ങളുടെ ഇബാദത്തുകൾ തകരാറാകും, നാശമാകും എന്ന് പറയും. ഇനി അതൊന്നുമില്ലെങ്കിലും പുതുതായി വരുന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു തരം വൈഷമ്യം, ഒരു തരം വെറുപ്പ് അതിനോട് തോന്നേണ്ടേ? നിങ്ങളത് ചിന്തിച്ചു നോക്കണേ. നമ്മളൊരു പള്ളിയിൽ കയറിയാൽ ഞങ്ങളൊക്കെ യാത്ര ചെയ്യുമ്പോൾ വളരെ വിഷമിക്കുന്നുണ്ട്. പള്ളിയിൽ കയറിയാൽ മഗ്‌രിബിൻ്റെ സമയമോ അതുപോലത്തെ സമയമൊക്കെ ആണെങ്കിൽ ആ സമയത്ത് പള്ളിയിലെ ഒന്നാമത്തെ ജമാഅത്തിന് കയറാൻ പ്രയാസമാണ്. ഒരു പള്ളിയിൽ കയറാൻ പ്രയാസം. എന്താ ചെയ്യില്ല? ചെന്നാൽ അവിടെ ഇവിടെ സാധനം വെച്ചിട്ടുണ്ടാവും, അല്ലെ ഇവിടെ സാധനം വെച്ചിട്ടുണ്ടാവും, അല്ലെ ഇപ്പോഴത്തെ സാധനം വെച്ചിട്ടുണ്ടാവും. ആ സാധനം വെച്ചിട്ടില്ല അള്ളാഹിനോട് സംസാരിക്കുന്നത്. ആ സംസാരത്തിൻ്റെ വൈകൃതം നോക്കി ഇങ്ങോട്ടല്ല സംസാരിക്കണേ. ഖുതുബൻ്റെ അവിടെ പിന്നെ അങ്ങനെയും പറയാം, മനുഷ്യന്മാരോടാ സംസാരിക്കണം. ഖുതുബൻ്റെ അവിടെ നിങ്ങൾ പെണ്ണുങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ പെണ്ണുങ്ങളെ ഒരൊറ്റ നിസ്കാരത്തിൽ ഈ തലയിലൊരു സാധനം ഇങ്ങനെ ഒരു മൈക്ക് വെച്ച്, അല്ലെ ഇവിടെ ഒരു സാധനം ഇങ്ങനെ കുത്തി വെച്ചിട്ട് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിനക്ക് ഞങ്ങളെ ഇബാദത്ത് ചെയ്യുന്നത് പടച്ചോനെ എന്ന് പറയുന്നുണ്ടോ? ഇയ്യാകനെ പടച്ചോനോടാ സംസാരം. അല്ലാഹു അക്ബർ കൊണ്ട് തുടങ്ങി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞ് വരെ ഖിതാബ് അല്ലാഹുവിനോടാ സംബോധന. അള്ളാഹുവിനോട് സംബോധന ചെയ്യുന്നതിൽ നിന്ന് ഒരവസരം മാത്രമാണ് നമ്മൾ തെറ്റുന്നുള്ളൂ. അത് അള്ളാഹുവിന്റെ ഖലീഫയായ മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, നബിയായിട്ടുള്ളവരെ അങ്ങേക്ക് അള്ളാഹുവിന്റെ സലാം എന്ന് നമ്മൾ ഒരു സലാം പറയുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിനോട് സംബോധനയാകുന്നു. ഇത് അള്ളാഹുവിനോടുള്ള ഖിതാബിനിടയിൽ സംഗതമാണോ? മറ്റൊരുത്തനോട് ഖിതാബ് ചെയ്താൽ നിസ്കാരം ബാത്തിലല്ലേ എന്ന സംശയത്തെ നീക്കിക്കൊണ്ട് നമ്മുടെ ഫുഖഹാ പറയുന്നത് ഇത് അള്ളാഹുവിനോടുള്ള സംബോധന തന്നെയാണ്. കാരണം റസൂലുള്ളാഹി അള്ളാഹുവിന്റെ ഖലീഫയാകുന്നു.
അല്ലാഹു തആല നമുക്കിടയിൽ മാധ്യമമായിട്ട് വെച്ച ഏറ്റവും മഹത്തായ അൽവാസത്തുൽ ഉലമ, ഏറ്റവും മഹത്തായ മാധ്യമമാകുന്നു. ആ മാധ്യമത്തോട് സംസാരിക്കുന്നത് അള്ളാഹുവിനോടുള്ള സംബോധന തന്നെയാകുന്നു എന്നതുകൊണ്ടാണ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു കൊണ്ട് നിസ്കാരം ബാത്തിലാകാത്തത്. ഇമ്മ വിളിച്ചാൽ ഉത്തരം നൽകിയ നിസ്കാരം ബാത്തിലാകും, ബാപ്പ വിളിച്ചാൽ ഉത്തരം നൽകിയ നിസ്കാരം ബാത്തിലാകും. അവരോട് നേരിട്ടാണെങ്കിൽ വലിയൊരാൾ നേരെ വിളിച്ചിട്ടടാ വിളിച്ചാ ഓയ് എന്നാ പറഞ്ഞാൽ നിസ്കാരം ബാത്തിലാവൂലേ? അങ്ങനെ അള്ളാഹുവിനോട് മാത്രം സംബോധന ചെയ്തുകൊണ്ട് നടത്തുന്ന ഇബാദ, ആ ഇബാദത്ത് നിസ്കാരമാണ്. വലിയൊരു സാധനം ഇവിടെ വെച്ചിട്ടോ ഇപ്പുറത്തൊരു സാധനം വെച്ചിട്ടോ അപ്പുറത്തൊരു ബുദ്ധോ ഇങ്ങനെയൊക്കെ നിറച്ച് വെച്ചിട്ട് നിർവഹിക്കാം. നമ്മളിങ്ങനെ പഴയ രീതിയിൽ നിസ്കരിച്ച് ശേലായൊരു കൂട്ടരുണ്ടല്ലോ, 1400 പരം കൊല്ലമായി നടന്നു വരുന്ന നിസ്കാരം നമ്മൾ നടത്തിപ്പോരുന്നുണ്ടല്ലോ. എങ്ങനെയായിരുന്നു ആ നിസ്കാരം എന്ന് ചോദിച്ചാൽ നമുക്കത് പറയാൻ കിട്ടുമല്ലോ. ഇങ്ങനെയായിരുന്നു നിസ്കാരം. അല്ലാണ്ട് റസൂലും സ്വഹാബാക്കളും നിസ്കരിച്ച നിസ്കാരം എങ്ങനെയാണ്? ആ ഒരു നിസ്കാരം ശീലിച്ചു പോകുന്ന ഒരാൾ, അതാണ് ശരിയെന്ന് മനസ്സിലാക്കുന്ന ആള്, അതാണ് ശരിയെന്ന് പഠിപ്പിച്ചു തന്ന പണ്ഡിതന്മാരെ പിൻപറ്റുന്ന ഒരാള് വഴിയിൽ കാണുന്ന പള്ളിയിൽ ചെന്ന് നോക്കുമ്പോൾ ആ സമയത്ത് അള്ളാഹുവിനോട് പറയേണ്ട കാര്യങ്ങൾ ഈടത്തിൽ ഓതിയിട്ടും ശബ്ദം മീട്ടിയിട്ടും അയാൾ ഈ മഅ്മൂമിങ്ങളെ കയ്യിലെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന കോപ്രായങ്ങൾ, അയാൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹം കാണിക്കുന്ന സംഗതികളൊക്കെ കണ്ടാൽ അറപ്പും വെറുപ്പും തോന്നും. ഒതിരുവരല്ല കാണിക്കുന്നത് കണ്ടാൽ ചിലരുടേത്, എല്ലാവരുടേതും അങ്ങനെ പറയേണ്ടതില്ല, എല്ലാവരുടേതും ഉപയോഗിക്കണമെന്നേ ഉണ്ടാവുള്ളൂ. ചിലരുടേത് ഇങ്ങനെ കാണിച്ച ആംഗ്യവും കാണിച്ചൊരു ആക്ഷനും എല്ലാം കൂടി ആയാൽ ഇതിന്റെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ എന്തൊക്കെയാ ആംഗ്യം വെച്ചാൽ അതൊക്കെ മിഹ്റാബ് തിരിഞ്ഞ് അള്ളാഹുവിലേക്ക് ഖിബിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുമ്പോഴും കാണിക്കുക. ഇതിൻ്റെ ഒപ്പം കൂടാൻ മനസ്സ് ചിന്തിക്കുക. നമ്മുടെ മനസ്സ് സമ്മതിക്കാതിരിക്കുമ്പോൾ ആ ജമാഅത്ത് കഴിയട്ടെ, നമ്മൾ ആ ജമാഅത്ത് കഴിയട്ടെ എന്ന് കരുതിയിട്ട് നമ്മൾ വിഷമിക്കുന്നുണ്ട്. അങ്ങനെ വിഷമിക്കുന്നില്ലേ? എന്താണ് ഇത്തരം വിവാഹത്തുകളുടെ രീതി? 1400 പരം വർഷങ്ങളായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്ന, നബി തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കാണിച്ചു കൊടുത്ത് പഠിപ്പിച്ച, എന്നിട്ട് എന്നെ നിങ്ങൾ എങ്ങനെ കണ്ടറിഞ്ഞുവോ അതുപോലെ തന്നെ ഇബാദത്ത് ചെയ്യണം, നിസ്കരിക്കണം എന്ന് കൽപ്പിച്ച ഈ നിസ്കാരത്തിലാണിതെങ്കിൽ മറ്റുള്ള കർമ്മങ്ങളിൽ പിന്നെ ഇതിന്റെ ആധിപത്യമോ ഇതിന്റെ വ്യാപനമോ നമുക്ക് മറ്റേതെങ്കിലും തരത്തിൽ വിലയിരുത്താമോ? അത് വലിയൊരു സംഗതിയായിട്ട് കൂട്ടൂല. ഈ നിസ്കാരത്തിലാണ് ഈ കാണുന്നത്. ആ നിസ്കാരത്തിൽ കാണിക്കുന്ന ഇബാദത്തുകൾ പുണ്യമാർന്ന നിസ്കാരമാകുന്നു, ശരിയായ ഇബാദത്താവുന്നു എന്ന് കരുതി ചെയ്യല്ലേ? ഇങ്ങനെയുള്ള കർമ്മങ്ങൾ നമ്മുടെ രൂപത്തിൽ ഉണ്ടാക്കി തീർത്താൽ അപ്പെന്താ ചെയ്യാ? ഇബ്ലീസ് പറഞ്ഞ സംഗതി തന്നെ വരുമ്പോൾ ഹും യഹ്സബൂന അന്നഹും മുഹ്തദൂൻ, സ്വന്തമായി നമ്മൾ ഹിദായത്തിലാണ് എന്ന് വിചാരിച്ചുകൊണ്ട് അവർ ചെയ്തുകൊണ്ടിരിക്കും കർമ്മങ്ങൾ, പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നതൊക്കെ. പച്ചക്ക് തെറ്റായ വ്യഭിചാരം കള്ളുകൂടിയൊക്കെ ആണെങ്കിൽ ഒരു മടക്കം തോന്നുമ്പോൾ നമുക്കെന്നെ തോന്നും. കയ്യും കാലും വേദന എടുക്കുമ്പോഴോ ഹാർട്ടിന് രോഗം വരുമ്പോഴോ ഒന്നുമില്ലാതെ നടക്കാനൊരു വിഷമം വരുമ്പോഴോ ഒരു കിതപ്പ് വരുമ്പോഴോ ഒരു ഹാർട്ട് രോഗം വരുമ്പോഴോ പച്ചക്ക് പോയിട്ട് ഒരു ക്യാൻസർ രോഗം വരുമൊക്കെ ചെയ്താൽ അപ്പം ചിലപ്പോൾ അതൊക്കെ മാറി പഠിച്ചവനെ എടുത്ത് പറ്റിപ്പോയി എന്ന് തോന്നിയും പുണ്യകർമ്മങ്ങളായി ചെയ്തിട്ടുള്ളതൊക്കെ പുണ്യകർമ്മങ്ങളാണെന്ന് വിചാരിക്കുകയും പുണ്യമായിട്ടുള്ള ബിദ്അത്തിന്റെ ചിന്തയെ അത് നല്ല മാർഗമാണ് എന്ന് ചിന്തിച്ച് ബാക്കി മുസ്ലിമീങ്ങളും വഹീദീങ്ങളും മുഴുവൻ പിഴച്ചവരാണെന്ന് മനസ്സിന്റെ അകത്ത് വിധി എഴുതുകയും ചെയ്യുന്ന ആ ബിദ്അത്ത് വന്നാൽ ഒരിക്കലും തൗബ അവരുടെ മനസ്സിൽ ഉണരുകയില്ല, തൗബ അവരുടെ മനസ്സിൽ വരികയില്ല. അതാണ് സൂഉൽ ഖാത്തിബത്തിനെ ഭയപ്പെടണം ബിദ്അത്ത് എന്ന് പറഞ്ഞത് കൊണ്ടുള്ള പ്രധാന കാര്യം. നിങ്ങളിവിടെ പഠിച്ച പാപങ്ങളിൽ നിന്ന് കർമ്മപരമായി വരുന്ന പാപങ്ങൾ, അത്തരം പാപങ്ങളൊക്കെ നമുക്ക് പൊറുക്കാൻ വളരെ സൗകര്യമുണ്ട്. കാരണം തൗബ വേഗം വരും. നേരെ മറിച്ച് മാനസികമായ കർമ്മങ്ങൾ, അക്കൂട്ടത്തിൽ ബിദ്അത്ത് എന്ന കർമ്മം വന്നാൽ വിശേഷിച്ചും അത് നമ്മിൽ നിന്ന് വിട്ടുപോകാൻ വളരെ പ്രയാസമാണ്. അത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റിപ്പോകാൻ വളരെ പ്രയാസമാണ്. അല്ലാഹു തആല പ്രത്യേകം തൗഫീഖ് ചെയ്ത ആളുകൾക്ക് മാത്രമേ അവർക്ക് തൗബ ലഭിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇഷ്ടക്കാരെയും പിരിശക്കാരെയും ഒക്കെ ആ വിധം അല്ലാഹു തൗഫീഖ് കൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. വല്ല അപകടത്തിൽ ആരെങ്കിലും പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലാഹു രക്ഷപ്പെടുത്തുമാറാവട്ടെ. നമ്മളാരെയും അത്തരം ബിദ്അത്തിന്റെ ചിന്തകളിലോ പുണ്യമാണെന്ന് കരുതിക്കൊണ്ട് പുണ്യമല്ലാത്തതും ദുരാചാരവുമായത് ഇബാദത്തുകളായും കർമ്മങ്ങളായും പുണ്യങ്ങളായും ചെയ്തു കൂട്ടുന്ന ആ പരുവത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മ ആരെയും എത്തിക്കാതിരിക്കട്ടെ. ഇല്ലാത്ത ഓരോരോ ദുരാചാരങ്ങൾ സുന്നത്തിന്റെ വിരുദ്ധമായി ചെയ്യുന്ന കർമ്മങ്ങളായിട്ട് വരുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. നിരപ്പെട്ട ഒരു സുന്നത്ത് അവിടെ ഉണ്ടാകും, അതിനെ തകർത്ത് കളയും ബിദ്അത്ത് വന്നാൽ. അത്തരം ബിദ്അത്തുകൾ സുന്നത്തിന് വിരുദ്ധമാകുമ്പോൾ അങ്ങനെയാണല്ലോ, വിരുദ്ധമുള്ളതും കൂടി ഒക്കൂലല്ലോ. അപ്പൊ സുന്നത്തിനെ ഇല്ലാതെയാക്കിയിട്ടേ ഒരു ബിദ്അത്ത് വരാൻ കഴിയൂ.
അത്തരം വിദഅത്തുകൾ നമ്മുടെ കർമ്മങ്ങളിലോ ഇബാദത്തുകളിലോ കടന്നുകൂടുന്നത് സൂക്ഷിക്കേണ്ടതുണ്ട്. അതുണ്ടായാലോ തൗബ മനസ്സിൽ വരില്ല. തൗബ മനസ്സിൽ വന്നില്ലെങ്കിലോ അള്ളാഹു ചെയ്ത മഹത്തായ ഔദാര്യം അനുഭവിക്കാൻ നമുക്ക് പറ്റാതെ വരും. വല്ലാത്തൊരു ഔദാര്യമാണ് അള്ളാഹു തൗബ സ്വീകരിക്കുന്നത്. എന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളായിട്ടുള്ള മുസ്ലിമീങ്ങളായിട്ടുള്ള ആളുകളിൽ നിന്ന് സംഭവിച്ച തെറ്റുകുറ്റങ്ങളെ എല്ലാം മായ്ച്ചു കളയുന്ന തരം ഹസനാത്തുകൾ അവർക്ക് വേണ്ടി ചെയ്തു കൂട്ടാൻ അല്ലാഹു അവസരം നൽകിയിട്ടുണ്ട്. അവിടെ ബന്ധുവാവണ്ട, അനന്തരഗാമിയാവണ്ട, സ്വത്ത് കൈപ്പറ്റുന്നവനാകണ്ട, സാധാരണ ഒരു വിശ്വാസി മറ്റൊരു ബന്ധവുമില്ലാത്ത വിശ്വാസിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നന്മകൾ വർദ്ധിപ്പിക്കാം, സദഖകൾ ചെയ്യാം. അമേരിക്കയിൽ ജീവിക്കുന്ന, മക്കത്ത് ജീവിക്കുന്ന, ഓസ്ട്രേലിയയിൽ ജീവിക്കുന്ന, കാനഡയിൽ ജീവിക്കുന്ന ഏതെങ്കിലും ഒരു മുസ്ലിം വിശ്വാസിയെ നമുക്ക് പരിചയമുണ്ടെങ്കിൽ, പരിചയം ഉണ്ടാകുമ്പോഴേ ചെയ്യുള്ളൂ, പരിചയം അല്ലെങ്കിലും ചെയ്യാം. ആ വിശ്വാസിക്ക് വേണ്ടി നമുക്ക് സുഹൃതം ചെയ്യാം. സുഹൃതം ചെയ്താലോ അള്ളാഹു സ്വീകരിച്ചാൽ പ്രാർത്ഥനകളൊക്കെ അള്ളാഹു താല ഫലവത്താക്കും. അതുപോലെ ചില പല കർമ്മങ്ങളും ഫലവത്താക്കും. അതേമാതിരി സദഖയൊക്കെ ചെയ്താലോ അവരുടെ പുണ്യകർമ്മമായി തന്നെ രേഖപ്പെടുത്തും. ആ രീതിയിലുള്ള സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യാനൊക്കെ അള്ളാഹു നൽകിയ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ നമുക്ക് പറ്റും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. തൗബ വരാത്ത തരത്തിലുള്ള മാനസികമായിട്ടുള്ള വിദഅത്തിന്റെ പാപങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. പുണ്യകർമ്മങ്ങളാണെന്ന വ്യാജേന, പുണ്യ ഇബാദത്തുകളാണെന്ന വ്യാജേന തെറ്റുകുറ്റങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആ അവസ്ഥയിൽ നമ്മൾ ആരെയും അള്ളാഹു അകപ്പെടുത്താതിരിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.